വൃദ്ധന്മാരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്നേഹോപദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ പി ബാലകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചു. ഏറെ നന്മയും സ്നേഹവും ഒക്കെ തുളുമ്പുന്ന പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ ആഷർ, പ്രസിഡന്റ് ആൾട്ടൻ ഹോം, ഈ പരിപാടിയിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഏറെ ബഹുമാന്യനും ആദരണീയനുമായ നഗരസഭാ ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം, ഈ പരിപാടിയിലെ സ്വാഗതം ആശംസിച്ച ആൾട്ടൻ ഹോമിന്റെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി സാബിറ എവറസ്റ്റ്, അതുപോലെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾട്ടൻ ഹോമിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, SHO വനിതാ ശ്രീമതി അജിത, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ആൾട്ടൻ ഹോമിന്റെ പ്രവർത്തകരെ, കുട്ടികളെ, നാട്ടുകാർ, ഇങ്ങനെ ഉള്ള ഒരു ചടങ്ങില് സംബന്ധിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്നതാണ്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങള് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹവാസം എന്ന് പറഞ്ഞവരാണ്. അപ്പോ മനുഷ്യ സ്നേഹമുള്ള ആൾക്കാരുടെ ഇടയിൽ, കരുണയുള്ള ആൾക്കാരുടെ ഇടയിൽ, സമൂഹത്തിന് മാതൃകയായ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നതിനേറെ പുണ്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ഞങ്ങൾക്ക് അതിനൊക്കെ വളരെ കുറച്ച് അവസരം കിട്ടാറുള്ളൂ. പിന്നെ നമുക്കറിയാം, ഈ കരുണ എന്നുള്ള എനിക്കൊന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല വാക്ക് കരുണയാണ്. നമ്മൾക്കറിയാം, നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടീച്ചർമാർ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടാകും. പക്ഷെ ഒരു സന്ദർഭത്തിൽ നമ്മളോട് കരുണ കാണിച്ച, നമ്മുടെ ഒരു സ്നേഹം കാണിച്ച ഒരു ടീച്ചറെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കും നമ്മളെപ്പോഴും മനസ്സിൽ ഓർക്കുക. അപ്പൊ അതാണ് നമ്മുടെ എവിടെയായാലും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മളോട് കരുണ കാണിച്ച ആൾക്കാരെയാണ്. അപ്പൊ മനുഷ്യൻ എന്നതിന് എനിക്കൊന്ന് 1991 മറ്റാണെന്നോ പെരുമൺ അപകടം ഉണ്ടായത്, ഒരു രാത്രി തീവണ്ടി അപകടം. അപ്പൊ അന്ന് രാത്രി അവിടെ ഈ തീവണ്ടി അപകടത്തിൽ പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ ഓടിയെത്തിയത് അവിടെ അന്നൊന്നും അത്രയധികം വിദ്യാഭ്യാസമില്ലാത്ത കടലോര ഗ്രാമത്തിലെ ഫിഷർമാൻമാരായിരുന്നു. അപ്പൊ അവര് അന്ന് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ, അവരുടെ കരുണയോടെ അന്ന് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ പെരുമൺ തീവണ്ടി ദുരന്തത്തിലെ മരണം എത്രയോ കൂടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം എന്ന്. അപ്പൊ നമ്മളൊക്കെ മനുഷ്യനെയും മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കരുണയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം, അത് ദൈവം മനുഷ്യന്റെ ജന്മത്തിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ആടിന്റെയോ ആനയുടെയോ കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ അതിന് എഴുന്നേറ്റ് അപ്പം തന്നെ ഓടാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യക്കുട്ടി ജനിച്ചാല് എത്രയധികം ആൾക്കാരാണ് ഒന്ന് നടക്കാൻ വേണ്ടി ആ കുട്ടിയുടെ കൈ പിടിക്കേണ്ടത്. എത്രയധികം ആൾക്കാർ, അമ്മയായാലും അച്ഛനായാലും ബന്ധുക്കളായാലും ഒരുപാട് ആൾക്കാരെ കൈപിടിച്ചാലും മാത്രമേ നമ്മൾ മനുഷ്യക്കുട്ടിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. അപ്പോ മറ്റുള്ളവരെ സഹായിക്കലാണ്, മറ്റുള്ളവരുടെ കൈപിടിക്കലാണ് നമ്മുടെ ദൗത്യം എന്ന് ജനനം തൊട്ട് തന്നെ നമ്മുടെ ദൈവമൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത്തരം പ്രവൃത്തിയാണ് ഏറ്റവും നല്ല പ്രവൃത്തി, ഏറ്റവും അനുയോജ്യമായ പ്രവൃത്തി എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് പോലീസുകാരായ ഞങ്ങൾ. കാരണം ഒരുപാട് വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോള് വരുന്നത് ഞങ്ങൾക്കാണ്. അപ്പോൾ ഞങ്ങള് അത്തരം സന്ദർഭങ്ങളിൽ കാസർഗോഡൊക്കെ 3-ാം മൈൽ അതുപോലെ മഞ്ചേശ്വരം ഒക്കെയുള്ള സ്നേഹാലയം, പാവൂറൊക്കെയുള്ള സ്നേഹാലയമൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ആൾക്കാരാണ് പോലീസുകാർ. അപ്പൊ ഞങ്ങളെ ഏറ്റവും അധികം കടപ്പാടോടെ കാണുന്ന ഇത്തരം ആൾക്കാരാണ്. കാരണം പോലീസിന് മറ്റു സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ആൾക്കാരെങ്ങനെ വിളിച്ചു പറയുമ്പോഴേ ഞങ്ങൾ ഇത്തരം ആൾക്കാരുടെ സഹകരണത്തോടുകൂടിയാണ്, നിങ്ങളെ പോലുള്ള കരുണയുള്ള ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ അത്തരം ആൾക്കാരൊക്കെ വിവിധ വൃദ്ധസദനങ്ങളിലൊക്കെ ഏൽപ്പിക്കുന്നത്.
ഇപ്പൊ കേരളത്തിന്റെ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരുണയുള്ള, സ്നേഹമുള്ള, സഹായിക്കാൻ സന്നദ്ധയുള്ള ഒരുപാട് ആൾട്ടൻ ഹോമിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും മറ്റുള്ളവരുടെ, നിങ്ങളുടെ സ്വന്തം കാര്യം വിട്ട് മറ്റുള്ളവരുടെ സ്നേഹിക്കാനുള്ള, അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സമൂഹം, ഞാനും എൻ്റെ ഭാര്യ മറ്റേ സ്വർണ്ണപ്പണിക്കാരനൊക്കെ പറഞ്ഞ പോലെയുള്ള അത്രയധികം സ്വാർത്ഥ അല്ലെങ്കിൽ നാരോ മൈൻഡായി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ ഒരുവിധ ചില കാരുണ്യ ഓർഗനൈസേഷൻ നമുക്ക് കാണാറുണ്ട്. കാരണം അവരൊരു ഇത് ചെയ്താൽ നൂറുകണക്കിന് പബ്ലിസിറ്റി ഒക്കെ നടത്തി ഇത് ചെയ്തതിനേക്കാൾ കൂടുതൽ അതെല്ലാവരെയും പ്രചരിപ്പിച്ച് അങ്ങനെയൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി കാരുണ്യ ചാരിറ്റി നടത്തുന്ന ആൾക്കാരൊക്കെ കാണാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള കരുണ, ഒരാളെയും അറിയിക്കാതെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് കരുതി ആൾട്ടൻ ഹോം നടത്തുന്ന ആ പ്രവർത്തി ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴിവിടെ വന്നിട്ടാകുമ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മറ്റുള്ളവരെയും ബോധിപ്പിക്കാനല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കരുണ, മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ ആ ഒരു കർത്തവ്യം, അത് ഏറെ ഏറെ സ്വാഗതാർഹമാണ്. നിങ്ങളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് മാതൃക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് കേരളം ഇത്ര സുന്ദരമായിരിക്കുന്നത്, ഇത്ര മനോഹരമായിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ നിങ്ങളുടെ വൃദ്ധസദനങ്ങളില്ലാത്ത യുവതലമുറയുടെ സഹായത്തോടെ വൃദ്ധസദനമില്ലാത്ത ഒരു സമൂഹമാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ഞാൻ ഇവിടെ കണ്ടു. എനിക്ക് ആശങ്ക തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് കാനഡയിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ അയക്കുകയാണ്. അപ്പോൾ അത്ര അവർക്കൊക്കെ ഒരിക്കലും നമുക്ക് അവിടെ തിരിച്ച് ഇവിടെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ നമ്മൾക്ക് അവരോട് തിരിച്ചിവിടെ ഇങ്ങോട്ടേക്ക് വരാനും പറ്റില്ല. കാരണം ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ അടുത്ത തലമുറ മിക്കവാറും നമ്മൾക്കൊക്കെ ഞങ്ങളൊക്കെ ഇപ്പോഴേ വൃദ്ധസ്ഥാനത്തിൽ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ മക്കളെ ഇത്ര നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവർക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മളെ വൃദ്ധസദനത്തിന്റെ പേര് മാറ്റി അതിനൊക്കെ സ്നേഹസദനം എന്നാക്കി മാറ്റി നമ്മളൊക്കെ ഇനി കൂടുതൽ ഇത്തരം സ്നേഹസദനങ്ങൾ തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ മൊത്തമുള്ളത്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മളെ വീട്ടിൽ ഇപ്പോഴത്തന്നെ നമ്മുടെ ഓരോ വീടും അനാഥ മന്ദിരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കളൊക്കെ നമ്മൾ അത്ര നല്ല ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്ത് നമ്മുടെ നാട്ടിൽ നല്ല തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവരെ ജർമ്മനിയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയി, പണ്ടൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി തിരിച്ചു വരുമായിരുന്നു. ഇന്ന് അവിടെ തന്നെ സിറ്റിസൺഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല, അതിനുള്ള സാഹചര്യം ഇവിടെയില്ല. അപ്പൊ വീട്ടിലൊക്കെ ഓരോ വീടും അനാഥ മന്ദിരങ്ങളാകുമ്പോൾ പോലീസിന് രണ്ട് പ്രശ്നങ്ങളുള്ളത്. കാരണം വയസ്സായ ആൾക്കാർ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്ന് അവിടെ നിങ്ങൾക്കൊക്കെ കേൾക്കാറുണ്ട്, വയസ്സായ ആൾക്കാർ കൊന്നിട്ട് അവിടെ സ്വർണ്ണങ്ങളൊക്കെ എടുത്തു. സെക്യൂരിറ്റി ഇഷ്യൂ, രണ്ടാൾക്കാർ മാത്രം ആ വീട്ടിൽ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ വരുന്നു. രണ്ടാമത് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരെ നോക്കാൻ ആൾക്കാരില്ല. അപ്പൊ മൂന്നാമതുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ വേദന അവരോട് പല ആൾക്കാരും പോലീസുമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും. വീട്ടിൽ ആരും ഇല്ലാതെ അച്ഛനമ്മയെ മാത്രം അവർക്ക് ഓപ്ഷനില്ല, അവർ മാത്രം അവിടെ താമസിക്കുന്നു, വർത്താനം പറയാൻ ആൾക്കാരില്ല. അങ്ങനെ ഏകരായിട്ട് അവിടെ താമസിക്കുമ്പോൾ തന്നെ ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ ഇനി പോലെ ഈ വൃദ്ധമന്ദിരത്തിന്റെ പേര് മാറ്റി അതിനെ സ്നേഹമന്ദിരങ്ങളാക്കി മാറ്റി അവരൊക്കെ വയസ്സായ ആൾക്കാർ ഒന്നിച്ചിരിക്കുന്നു, പരസ്പരം അവർ സംസാരിക്കുന്നു, അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഇല്ല. അങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം. അപ്പോൾ നമ്മളൊക്കെ അത്തരം സ്ഥലങ്ങളിലെല്ലാം എല്ലാവരും അങ്ങനെ സ്ഥലത്ത് പോയിട്ട് പരസ്പരം അവരെ കണ്ട് അവരായിട്ട് സംസാരിച്ച് അവരുടെ ഒറ്റപ്പെടൽ ഇല്ലാതാക്കേണ്ടതായിരിക്കും അടുത്ത ഇനിയിപ്പോ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ ദീപിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംരംഭം നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൃദ്ധരായ ആൾക്കാരെ യാതൊരു പ്രതിഫലേച്ഛമില്ലാതെ, യാതൊരു പബ്ലിസിറ്റി താല്പര്യമില്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ആൾട്ടൻ ഹോമിന്റെ മുഴുവൻ ആൾക്കാർക്കും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. നിങ്ങളാണ് ഈ നാടിന്റെ ഭാവി, നന്മയുള്ള ഈ മനസ്സുകളാണ് ഈ നാടിന്റെ രക്ഷ എന്ന് മാത്രം പറഞ്ഞു. എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവരെയൊക്കെ മാതൃകയാക്കി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വയസ്സായ ആൾക്കാരൊക്കെ നമുക്കറിയാം. നമുക്ക് ഒരു കരുണ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പലതരത്തിലുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരാളെ വീട്ടിൽ പോയി സന്ദർശിക്കലാണ് കാശില്ലാത്തവരുടെ കാരണം. അതുപോലെ ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ബന്ധുക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ സന്ദർശിക്കൽ കരുണയുടെ ഒരു ഭാഗമാണ്. ആ രീതിയിൽ വീട്ടിൽ വയസ്സായ ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഇപ്പൊ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾ ഒന്നിച്ചില്ല ആൾക്കാർ ചിലപ്പോ നടക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അവരൊക്കെ സന്ദർശിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ചിലപ്പോൾ നിങ്ങളൊന്ന് വെച്ചാൽ ഒരു നേരത്തെ സ്കൂളിൽ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ചിലപ്പോൾ ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ
വരാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു ഉച്ചഭക്ഷണത്തിന് നിങ്ങളുടെ ഭക്ഷണം ഷെയർ ചെയ്യുക. അതൊക്കെയാണ് കുട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കരുണയുടെ ആദ്യ പാഠമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരം കരുണയുള്ള കുട്ടികളായി, കരുണയുള്ള മനുഷ്യരായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ആൾട്ടൻ ഹോമിന് അതിന്റെ ചാലകശക്തിയായി വർദ്ധിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒന്നുകൂടി എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഈ ആൾട്ടൻ ഹോമിന്റെ ഭാവിയുള്ള പ്രവർത്തനം എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.